വടക്കാഞ്ചേരി ഗ്രൗണ്ട് ഉദ്ഘാടനവും പുഴപ്പാലം നിർമ്മാണം ഉദ്ഘാടനവും തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ MLA നടത്തുന്ന പ്രഹസന പരിപാടിയാണെന്ന് കോൺഗ്രസ്. CN ബാലകൃഷ്ണൻ MLA ആയിരുന്ന സമയത്ത് അനുവദിച്ച 1.5 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനം തടഞ്ഞ ആളാണ് സേവ്യർ ചിറ്റിലപ്പിള്ളി. ഇപ്പോൾ 1 കോടി രൂപ അനുവദിച്ചത് വലിയ തട്ടിപ്പ് നടത്താനായിരുന്നു എന്നും DCC സെക്രട്ടറി K അജിത് കുമാർ ആരോപിച്ചു. ഗ്രൗണ്ടിൽ പ്രളയത്തിൽ ഒലിച്ചു വന്ന പശമണ്ണ് കൊണ്ടുവന്ന് വിരിച്ച് അതിന്റെ മുകളിൽ അല്പം ചുവന്ന മണ്ണ് വിരിച്ച് തെരഞ്ഞെടുപ്പിനു മുൻപ് മുഖം രക്ഷിക്കാനാണ് MLA നോക്കുന്നത് എന്നും വൻ അഴിമതിയാണ് പദ്ധതിയിൽ നടന്നത് എന്നും കായിക താരങ്ങളോട് വലിയ അനീതിയാണ് MLA ചെയ്തതെന്നും അജിത് ആരോപിച്ചു. അതിൽ ശക്തമായ പ്രതിഷേധം കോൺഗ്രസ് രേഖപ്പെടുത്തുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂളിന്റെ ഗ്രൗണ്ടിന്റെ ഉദ്ഘാടനം നടക്കുക. വലിയ കൊട്ടി ഘോഷിച്ചിട്ട് 50 ലക്ഷം രൂപ MLA ഫണ്ടിൽ നിന്നും 50 ലക്ഷം രൂപ സ്പോർട്സ് കൗൺസിലിൻ്റെ ഫണ്ടിൽ നിന്നും ചിലവാക്കി ഗ്രൗണ്ട് ആധുനികവൽക്കരിച്ചു എന്നാണ് MLA പറയുന്നത്. MLAയുടെ ആ വാദം ശുദ്ധ കളവാണ്. ഒരു വർഷം കഴിഞ്ഞാൽ, അടുത്ത മഴക്കാലം കഴിഞ്ഞാൽ നമുക്ക് ആ ഗ്രൗണ്ടിൻ്റെ ഇവർ ചെയ്ത പ്രവൃത്തിയുടെ ഗുണം മനസ്സിലാവും. ഈ തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് എങ്ങനെയെങ്കിലും തൽക്കാലം രക്ഷപ്പെടുന്നതിന് വേണ്ടി മാത്രമാണ് ഈ ഉദ്ഘാടന മാമാങ്കം. CN ബാലകൃഷ്ണൻ 10 വർഷം മുമ്പ് 1.5 കോടി രൂപ അനുവദിച്ച് അതിൻ്റെ TS കഴിഞ്ഞ് ടെൻഡർ ചെയ്ത വർക്ക് ഈ സേവ്യർ ചിറ്റിലപ്പിള്ളിയും അതുപോലെ തന്നെ അന്നത്തെ അനൂപ് കിഷോറും അതുപോലെ അരവിന്ദാക്ഷും ഉൾപ്പെടെയുള്ള പ്രമോദും ഉൾപ്പെടെയുള്ള ആളുകൾ അത് ഗ്രൗണ്ട് അളന്ന് തിരിച്ചതിന് ശേഷം മാത്രമേ പണി നടത്താൻ പറ്റുള്ളൂ എന്ന് തടഞ്ഞ ആളുകളാണ്. പിന്നീട് CN ബാലകൃഷ്ണൻ്റെ ആ ഭരണകാലം കഴിയുന്നവരെ അവരത് പണിയാൻ സമ്മതിച്ചില്ല. പിന്നീട് അവർ അനിലക്കര വന്നപ്പോഴും 5 വർഷവും അവരത് പണിയാൻ സമ്മതിച്ചില്ല. അങ്ങനെ ആ പണം ലാപ്സാക്കി കളഞ്ഞിട്ട് അന്നത്തെ 1.5 കോടി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ 5 കോടി രൂപയാണ്. എന്നിട്ട് 1 കോടി രൂപ അന്ന് വെച്ച പൈസ പോലും വയ്ക്കാതെ ഏകദേശം 6 മാസക്കാലത്തോളം കുറേ ഈ പ്രളയത്തിൽ ഒലിച്ചു വന്ന മണ്ണ് കൊണ്ടുവന്നിട്ടു. പലതവണ നിരവധി സംഘടനകൾ അവിടെ സമരം നടത്തി. എന്നിട്ടും അത് ചെയ്തില്ല. ഇപ്പോൾ ഈ ഇലക്ഷൻ എടുക്കാൻ പോകുന്ന സമയത്ത് ശാസ്ത്രീയമായ യാതൊരു സംവിധാനമില്ലാതെ ഈ പ്രളയ മണ്ണ് നിരത്തിയിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ചുവന്ന മണ്ണിട്ട് റെഡ് എർത്ത് സ്പ്രെഡ് ചെയ്തു എന്നുള്ള രീതിയിൽ ചെയ്തിരിക്കുകയാണ്. വടക്കാഞ്ചേരി നഗരസഭയുടെ മാസ്റ്റർ പ്ലാനിന് ഘടകവിരുദ്ധമായാണ് പുഴപ്പാലം നിർമ്മിക്കാൻ പോകുന്നത്. നിലവിലുള്ള പുഴപ്പാലം കഴിഞ്ഞ് 150 മീറ്റർ അപ്പുറത്താണ് പുതിയ പാലം വേണ്ടത്. അവിടെ പുഴയ്ക്ക് വലിയ വീതിയുണ്ട്. ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന റോഡ് പുഴയുടെ സൈഡിലൂടെ പുതിയ പാലത്തിലൂടെ കടന്ന് കുമരനെല്ലൂർക്ക് ബൈക്ക്, ഓട്ടോ യാത്രികർക്ക് ഒരു ബൈപ്പാസായി ഉപയോഗിക്കാനും പുതിയ വീതി കൂട്ടിയ സ്ഥലം ബോട്ടിങ്ങിന് ഉപയോഗപ്പെടുത്താനും കുട്ടികൾക്കുള്ള ഗാർഡൻ, വ്യായാമ സൗകര്യം, വാക്ക്വേ തുടങ്ങി വലിയ പദ്ധതികൾ വിഭാവനം ചെയ്തിടത്താണ് നിലവിലുള്ള തടയണ പാലം പൊളിക്കുന്നിടത്ത് തന്നെ പുതിയ പാലം പണിയാൻ ഉദ്ദേശിക്കുന്നത്. തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ നടത്തുന്ന അഭ്യാസങ്ങൾ MLA അവസാനിപ്പിക്കണമെന്നും DCC ജനറൽ സെക്രട്ടറി K അജിത് കുമാർ ആവശ്യപ്പെട്ടു. അതൊന്നും നോക്കാതെ നിലവിലുള്ള പാലം പൊളിച്ച് അവിടെ തന്നെ പണിയാണ്. അപ്പോൾ മാസ്റ്റർ പ്ലാനിന് ഘടകവിരുദ്ധമായ പ്രവർത്തനങ്ങൾ തെരഞ്ഞെടുപ്പ് അടുത്ത വേളയിൽ ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടാണ് സേവ്യർ ചിറ്റിലപ്പിള്ളി നടത്തിക്കൊണ്ടിരിക്കുന്നത്. നഗരസഭയോട് എനിക്ക് പറയാനുള്ളത് മാസ്റ്റർ പ്ലാനിന് വിരുദ്ധമായ പ്രവർത്തനങ്ങൾക്ക് അനുമതി നൽകരുത് എന്നാണ്. പിന്നെ എന്തിനാ മാസ്റ്റർ പ്ലാൻ? തീർച്ചയായിട്ടും ഞങ്ങളതിൻ്റെ നിയമ നടപടികളുമൊക്കെ ആയിട്ട് മുന്നോട്ട് പോകും.